കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ 64-മതോ 65-മതോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ഇംഗ്ലീഷും മലയാളവുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഇത് ക്ലർക്ക് എന്നുള്ള തസ്തികയിലേക്ക് ഡയറക്റ്റ് അല്ല, ട്രാൻസ്ഫർ വഴി നടന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ആൻസർ വൈൽ. VILE, വൈൽ. A ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി ഈസ്. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണി എന്ന് പറഞ്ഞാൽ ഗോണ്ട്. GAUNT, ഗോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി റീഡ്സ് ദ ന്യൂസ്. ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ആൻസർ B ആണ്. ദ ന്യൂസ് ഈസ് read by him. Next question. Where dash we going to find a tiger? Answer B ആണ്. Where we going to find a tiger? Next question. Which of the sentence is wrong? Answer C ആണ്. I would rather to have a cup of coffee. Next question. Get lost, beat it. Identify the type of sentence. Answer D ആണ്. Imperative sentence ആണ്. Get lost, beat it എന്നൊക്കെ പറയുമ്പോൾ imperative sentence ആണ്. Synonym for immobilize is. Answer B ആണ്. Paralyze. Next question. Which of the following is correct? If I did not fall, I dash. Will run, would win, will win. Answer C ആണ് വരിക. അതായത് would win. If I did not fall, I would win. Next question. Fill in the blank using the correct phrasal verb. I dash a condition. I put forward a condition. D ആണ് option. Next question. Choose the correct idiomatic phrase. Dash the entire procedure was painful. Answer B ആണ്. In a nutshell, the entire procedure was painful. Next മലയാളാണ്. ശരിയായ പദം കണ്ടെത്തുക. ആൻസർ A ആണ്. മിഥ്യാധാരണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വസ്ത്രത്തിലെ 4 മൂലകളിൽ ഒന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കേത്? ആൻസർ C ആണ്. കോന്തല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പദം പിരിച്ചെഴുതുക. പൊൽക്കരൽ കൂട്. ആൻസർ B ആണ്. പൊൻ പ്ലസ് കരൽ പ്ലസ് കൂട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഭാവം എന്ന വാക്കിന്റെ പര്യായങ്ങൾ. ആൻസർ C. ശക്തി, മഹത്വം, മഹിമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവര് ഡെലീറ്റ് ആക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. ധനാശി പാടുക എന്നാൽ അവസാനിക്കുക. ദിക് പ്ലസ് വിജയം ചേർത്തെഴുതിയാൽ. ആൻസർ B ആണ്. ദിഗ്വിജയം. സ്ത്രീലിംഗ പദം എഴുതുക. വീട്ടുകാരൻ. ആൻസർ D ആണ്. വീട്ടുകാരി. വീട്ടുകാരന്റെ സ്ത്രീലിംഗമാണ് വീട്ടുകാരി. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ A ആണ്. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിരിക്കുന്ന വാചകത്തിന്റെ ശരിയായ മലയാള തർജ്ജമ തിരഞ്ഞെടുക്കുക. Poetry is the spontaneous overflow of powerful feelings
It takes its origins from emotions recollected in tranquility. ആൻസർ സി ആണ്. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗിക വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത.